ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് കാലത്ത് 4:30 കക്കാടംപൊയിൽ പോകണമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 4:15. ഞാൻ റെഡിയാണ്. ബാക്കി ആരൊക്കെയാണ് റെഡി നോക്കാം കേട്ടോ. ഗൈസ്, ഒരാളിപ്പോൾ എഴുന്നേറ്റുള്ള ഭ്രാന്തിലാണ്. ആരാണതേ? കുട്ടിപ്പാ വൈ ഇങ്ങോട്ട് വൈ. റേതു ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങൾ കക്കാടംപൊയിൽ പോവാണ്. ഞങ്ങൾ ടീംസ് റെഡി അല്ലേ? റെഡിയാണോ? ഇതിലാരാ റൈഡർ? ലൈസൻസ് ഇല്ലാത്ത റിത. മറ്റൊരു പമ്പലുണ്ട്, ഇറങ്ങിയോണ്ട് പോകും. ഞങ്ങളുടെ ബാക്കി ടീമും കൂടി എത്തി. ജാസി ആൻഡ് മോൾഡി ആൻഡ് ജിനു ആൻഡ് ജിജി. ഇതാ നീനു ആൻഡ് ഡാഡി. ജിജു ആൻഡ് ജിനി റെഡി അല്ലേ? ഫുൾ സെറ്റ് ആണ്. ഇന്നലെ ഈ ഇല്ലാത്തോണ്ടാണ് ഞങ്ങള് പോവാതെ. അല്ലാതെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടില്ല. ഇവിടെ മാപ്പ് സെറ്റ് ആക്കാനായിട്ട് മുന്നില് റീത്തും കുട്ടിപ്പുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ബാക്കിലാണ് കേട്ടോ. റൈഡർ റൈഡർ നല്ല പെരും മഴയാണ്. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് സൗത്ത് എവിടെയാണ്? സൗത്ത് പുത്തലം. പോലെ ലൊക്കേഷൻ ഞങ്ങളങ്ങനെ ഇവിടെ സ്വർഗമാണ് സുഹൃത്തുക്കളെ. എല്ലാരും ഉണ്ട്, എല്ലാ ടീംസും ഉണ്ട്. അത്യാവശ്യം മഴയൊക്കെ കൊണ്ട് നല്ല ക്ലൈമറ്റിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? പുളി മൂട് ഒന്നും പറയാം. എല്ലാ പമ്പിലും കേറും. മാവെടുത്തല്ലേ? ഒരു ഫോട്ടോ എടുക്കണ്ടേ? നമ്മളെപ്പോഴും വീഡിയോസ് ഉണ്ടാവും, ഫോട്ടോസ്. പിന്നെ അതല്ല കാക്ക, ഇത് എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയാണ്. ടൗണിൽ നിന്ന് കഴിച്ചിട്ട് കയറാം, അല്ലെങ്കിൽ ഇതൊക്കെ സൈഡ് ഈ പണി ഗ്യാസ് വരുന്ന സ്വഭാവമില്ല. തണുത്ത് വിറക്കണ്ടോ? ഏകദേശം സ്പോട്ടിൽ എത്തിട്ടോ. കാരണം നമ്മള് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, നല്ല മഞ്ഞുണ്ട് അല്ലേ മലന്റെ അവിടെ അല്ലേ? എന്താണ് എന്താണ് പക്ഷെ എവിടെയും കാണാനില്ല കേട്ടോ. എവിടെയും ഓപ്പൺ ആയിട്ടില്ല. ഫുഡ് നോക്കാം നമ്മള്. അടിച്ചുപൊളി.
ഇവിടെ ഫുഡ് ഇതൊന്നും തുറന്നിട്ടില്ല, എവിടെയും കടല്ലേ, ഷോപ്പില്ല. കാനാകാനൊക്കെ പണി പാളിയോ. ചൊവ്വാഴ്ച അവധിയാണ്. നമ്മുടെ ടാസ്ക് ആണോ? കാലിവയറാണ്. ഇന്ന് ട്യൂസ്ഡേ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ഏത് പാർക്കാണെന്ന് അറിയില്ല. നല്ല മഞ്ഞ് മൂടി കിടക്കാണ് കേട്ടോ. ഇവിടെ ഒരു പൊളിഞ്ഞു കിടക്കണ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ ആവശ്യക്കാർക്ക് ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അവിടെയാണ് കുരിശുമല. അതാണ് ഇനി നമ്മൾ കയറാൻ പോണത്. ആ കുരിശാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കയറാൻ പോകുന്നത്. ബ്യൂട്ടിഫുൾ സീനറി എത്തിയിട്ടോ. എന്ത് രസം കാണാനെന്നറിയോ അല്ലേ? സീനാണ്, പക്ഷെ റോഡ് ഇട്ടാ കൊറേ കുണ്ടും കുഴികളും ഉണ്ട് അല്ലേ? ഫൈനലി ഞങ്ങള് ഫുഡ് കണ്ട ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കൊറേ തെരഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എവിടെ ഫുഡ് കണ്ടില്ല. ഫുഡുള്ള ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടാ. ഏകദേശം നമ്മള് കുരിശുമലിന്റെ പാർക്കിങ്ങിന്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഫുഡ് കഴിച്ചിട്ട് മടങ്ങും. ഞങ്ങള് കുരിശുമല ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറെ തെരഞ്ഞിട്ടോ, പക്ഷെ ഇവിടെ ഒന്നും ഹോട്ടലൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇപ്പൊ ഇന്ന് ഞങ്ങൾ തന്നെ ഉള്ളു തോന്നുന്നുണ്ട്, കാരണം വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങള് ടീംസ് തന്നെ ഉള്ളു. കണ്ടോ എയർടെൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. നമ്മള് ഇവിടെ എത്തിയിരിക്കുന്നു ചായ കുടിക്കാൻ എത്തി. ആദ്യം പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. 10 ചായപ്പോ ചായ കുടിച്ചിട്ട് നമുക്ക് കുരിശുമല. പക്ഷെ കുട്ടിപ്പം നല്ല തണുത്ത് വിറക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇപ്പൊ എടുത്ത ഫോട്ടോ കേട്ടാ. സൂപ്പർ അല്ലേ ഗൈസ്? ഫോട്ടോഗ്രാഫർ പക്ഷെ അതിൽ പെട്ടില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. അല്ല റിതു പക്ഷെ ഇന്ന് എന്താന്നറിയില്ല, ഒരു സാഡ് മൂഡിലാ തോന്നുന്നു. ഞങ്ങൾക്കൊന്നുമില്ല സാറേ. ജാസ്തി എന്താ പറയാനുള്ളത്? എന്താണ് ക്യാമറ കണ്ടല്ലോ, പറയേ. ചെറിയ പീസ് ഇന്ന് ആരൊക്കെ ലീവ് എടുത്തത്? ഓക്കെ, പിന്നെ 11 കയറിയാൽ മതി. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പഠിക്കാത്ത കുട്ടികളായതുകൊണ്ട് ക്ലാസ് ഒന്നും തുറക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്കും പ്രശ്നമില്ല ഗൈസ്. ഇവിടെ ആർക്കും പ്രശ്നമില്ല. അതെ അതെ. ലുബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ദ്രികന്റെ മെയിന് ചന്ദ്രിക എഡിറ്റോറിയൽ ലുബ് ഇല്ലാണ്ട് പോകൂല. എഡിറ്റോറിയലാ ഓൺലൈനിന്റെ മെയിൻ ആളാണ് ലുബി. ഞങ്ങള് പാൽ കേക്ക് മേടിച്ചു. നിങ്ങൾ ഒരെണ്ണം കഴിച്ചില്ലേ? എനിക്ക് താ. എവിടെ? തണുത്ത ക്ലൈമറ്റ്, പാൽ കേക്കും ചായ ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചായ എപ്പോഴും വന്നുള്ളൂ, പക്ഷെ കടി വന്നിട്ട് കൊറേ നേരമായി. കടി വന്നതല്ല, നമ്മൾ എടുത്തതാണ്. ചായയും പാൽ കേക്കും പിന്നെ കൊറേ. അയ്യോ എന്റെ കേക്ക് പോയി ഗൈസ്. ഇവിടെ ഫുള്ള് കൊരങ്ങന്മാരാണ്. കയ്യിൽ നിന്ന് എപ്പോഴൊക്കെ പോവാന്നറിയില്ല. അങ്ങനെ ഞങ്ങള് ചായ ഒക്കെ കുടിച്ചു. ഇനി നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നടന്ന് കയറാൻ വേണ്ടിട്ട്. എങ്ങനെ നമ്മള് നടന്ന് കയറും. എന്തിനാ വേണ്ട? നടന്ന് കയറുന്നതായിരിക്കും അതിന്റെ ഒരു രസം.
എല്ലാരും റെഡി ആയിട്ടാ. ഇനി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മള് എങ്ങനെ പോകും? നടന്ന് പോകും. ഞങ്ങള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി നമ്മള് നേരെ കുരിശുമല കയറാൻ വേണ്ടി പോവാണ്. അതായത് ആ ജീപ്പ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോവാൻ നിൽക്കുന്നത് കേട്ടോ. എല്ലാവരും നടക്കട്ടെ. ഇനി അതൊക്കെ ഇങ്ങനെ നടന്ന് നടന്ന് കയറണം. എങ്ങനെ പോകും? നീ എങ്ങനെ വന്നു? ഞങ്ങള് നടന്നു കയറും. ടാസ്ക് ആയിരിക്കും. എങ്ങനെ നടക്കാനുണ്ട് അങ്ങോട്ട് കേറാണ്ട് ബൈക്കിന് വരുമ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പത്താൾ പോലെ കയ്യിൽ കാശുണ്ടാ? റേഞ്ച് ഉണ്ട്. ആ കയ്യിൽ ഫോൺ റേഞ്ച് ഉണ്ടാ? അത് പറയാനില്ല. കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഞങ്ങള് ആദ്യം നടന്നു പോവാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മള് കൺവിൻസ്ഡ് ആയി. അപ്പൊ ഞങ്ങള് ഇനി ജീപ്പിലാണ് പോണത്. ഇതൊരു നടന്നു പോവാന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഇനി ഞങ്ങൾ നടന്നു പോകുന്നില്ല, ജീപ്പിൽ. വണ്ടിയില് സ്ഥലമില്ല. നടന്ന് കേറ് പറഞ്ഞ ലൂബി. എല്ലാരും കയറട്ടെ. നടന്ന് കേറും. എല്ലാരും സ്ഥലം ഉണ്ടാക്കാൻ കഷ്ടപ്പെടാണ്. നടന്ന് കയറും നമ്മള്. എല്ലാവരെയും ട്വിസ്റ്റിലാക്കിക്കൊണ്ട് ജീപ്പുകാരൻ നമ്മള് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. നടന്ന് കയറാൻ പോയ നമ്മളെ ജീപ്പിൽ കയറ്റിയിട്ടുണ്ട് ഗൈസ്. മഞ്ഞയും പച്ച എല്ലാം ഉണ്ടല്ലോ ഇതില്. ഓഫ് റോഡാണ്. അതിന്റെ മാറ്റർക്ക് പോകാനാണ്. റോഡ് നോക്കി സീന്. കയ്യേറിട്ടിട്ടുണ്ട് റോഡിലെ ഗൈസ്. അടിപൊളി. വണ്ടി പൊളിയാണ്. വണ്ടി നരിയാണ്. ഓടി ഡ്രൈവർ മാസാണ്. ഓ ഞങ്ങളെ ജിജു ആണ് ഡ്രൈവർ കേട്ടോ. ഞാനാണ് ഇതിന്റെ കീഴത്. ഓക്കെ. എല്ലാരും പൈസക്ക് 100 രൂപ. ജീപ്പ് നിറങ്ങാണ്. ഇനി നെക്സ്റ്റ് നടന്ന് കയറണം. അത്ര നേരത്തെ നടന്നു.
പക്ഷെ നമ്മൾ ചമ്മിപ്പോയില്ലേ. ഞാൻ അപ്പളെ പറഞ്ഞില്ലേ. പക്ഷെ തിരിച്ച് നമ്മൾ എങ്ങനെ പോവാ? റോഡിന്റെ അവസ്ഥ പിടിക്കോ പിടിച്ചോണ്ടിരിക്കോ. ഗൈസ്, ഇനി ഞങ്ങള് നടന്ന് തന്നെ പോകണം, നടന്ന് കയറണം. എങ്ങനെയുണ്ട് ഈ കുട്ടി? സുന്ദരിയല്ലേ? പറയൂ ഗൈസ്. ഇവിടെ ആരെ ഫോണിലും റേഞ്ച് ഇല്ല, പക്ഷെ റേഞ്ച് ഉള്ള കുട്ടിയുടെ ഫോണില് ക്യാഷ് ഇല്ല. ഇതാണ് അവസ്ഥ. ലിക്വിഡ് ഉണ്ടെങ്കിൽ ഒരു 500 അഡ്വാൻസ് എടുത്താൽ. ഞങ്ങള് കുരിശുമല കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും മേലെ എത്തിട്ടോ. ഏതാ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഈ കുരിശുമല കയറി കഴിഞ്ഞിട്ട് വേണം, ഞങ്ങൾക്ക് അപ്പുറത്ത് വേറൊരു മലയും കൂടി ഉണ്ട്. അയ്യോ, ടാസ്കാണ് ഗൈസ്. കുട്ടിപ്പ എങ്ങനെ ചതിക്കണു? ആ ഉണ്ട്. നല്ല കാറ്റ്, ചെറുതായിട്ടൊരു കാറ്റുള്ളൂ, വെയിലില്ല. അങ്ങനെ അയ്യോ, ഞങ്ങളെ നയിക്കുന്ന ലീഡർ റിതു അവർക്ക് ഒരു റീൽ ഇൻസ്പയർ ആയിട്ട് അവർ രണ്ടുപേരും മുന്നിൽ നടക്കട്ടോ. ഏത് വൈബുകൾ നോക്കേ. വീട്ടിൽ കുത്തിരുന്നാ മതിയോ? ഇങ്ങനെ ഓരോ സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുക. എന്താണിത്? നമ്മള് ബാക്കി ടീംസ് ഒക്കെ താഴെട്ടോ. ഞങ്ങളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇവര് ഒരു വെൽ ടീമുകളാണ്. നേരം ബേക്കാണ്ട് അതല്ല എന്താ ഉദ്ദേശിച്ചത് കവി? ദേശം എന്താന്ന് പറഞ്ഞാല് ഒരു ഉഷാറില്ല. അതെ, ഞങ്ങൾ അവിടുത്തെ ആ ഒരു ചായയും ആ കേക്കും കൂടി കുടിച്ചപ്പോ തന്നെ ഞങ്ങൾ വൈബായി. എവിടെ എവിടെടാ? ഏതാ ഷീറ്റ് ഇട്ടോ? ഓക്കെ, ഞങ്ങൾ അവിടുന്ന് ചായ കുടിച്ചാട്ടല്ലോ. എന്നിട്ടാ ഞങ്ങൾ ഇവിടെ ഒക്കെ എത്തി. എന്താ ഏറ്റവും മേലെ എത്തി. നേരം എത്തിയില്ല, അതിന് ഉൾക്കൊക്കെ പോകാനാണ്. പോവല്ലോ നമ്മള്, പോകുമ്പോ എത്തല്ലോ. ഇവിടെ നല്ല വെയിലടിക്കാൻ തുടങ്ങിട്ടോ. ഇനി നമ്മളെങ്ങനെയാ മറ്റേ കൊണ്ട് കയറാ? മറ്റേ മല എങ്ങനെ കയറും? ഇതൊക്കെ വെയിലടിക്കാൻ തുടങ്ങി. ഇവിടെ ഈ മലന്റെ മുകളിൽ കയറിയിട്ട് പൈസ പിരിക്കാൻ ഇറങ്ങിക്കാണ് ഗൈസ്. ഇത്രയും ആൾക്കാരുള്ള സ്ഥലത്തുനിന്ന് വന്നിട്ട് ഒതുക്കുങ്ങൽ എവിടെയല്ല വലിയപറമ്പെന്ന് വന്നിട്ട് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് പൈസ പിരിച്ചാൽ എങ്ങനെ? പക്ഷെ തല ഇങ്ങനെ തല താഴെ തല ഇവിടെ. ഗൈസ്, ഞങ്ങള് അടുത്ത മുകൾക്ക് കയറാണ്. നമ്മുടെ കൂടെയുള്ള ഗാങ്സ്. അപ്പോൾ ഞങ്ങള് കുറച്ചു നേരം ഞങ്ങള് ജീപ്പിലായിരുന്നു. അതിന് ശേഷം ഫുൾ നടത്താം. പക്ഷെ ടാസ്ക് എന്താന്ന് വെച്ചാല് ചെരുപ്പ് വഴിക്കാ തീർന്നു, അത്രേ ഉള്ളൂ. വരുന്ന സമയത്ത് നല്ല മഴയാണ് കൊണ്ടത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ മഴയില്ല, മഞ്ഞില്ല, കോടൊക്കെ കുറവായിരുന്നു. സീന ഇത് മാത്രമേ ഉള്ളൂ, നടക്കുമ്പോൾ സ്ലിപ്പാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള
ചപ്പലിട്ട് വരിക. ഇവിടെ എത്തിയപ്പോ കാറ്റ് വരുന്നുണ്ട്, അതുപോലെ ചെറുതായിട്ട് കോടകളൊക്കെ വന്നിട്ടാ. ഇവിടെ വെയില് കുറച്ച് പോയിട്ടാ ഒരു മഴക്കാറ് വരുന്ന പോലെ ഉണ്ട്. മഴ പെയ്താൽ സീരാവും. എവിടെ കുരിശെവിടെ? എവിടാ എവിടെ? ഇത് ഗൈസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ കുരിശ്. ഈ കുരിശിനെ കാണാനാണ് ഞങ്ങൾക്ക് മല കയറി വന്നത്. ഗൈസ്, ഇവിടെ നമ്മൾ കയറിയിട്ടുള്ള അപ്പോഴേക്കും ജിജു ചത്തു. ജിജുവിന് നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ഇന്നലെ പിടിച്ചതാണ്. അല്ലെങ്കിൽ അത് ഓടിക്കേറും. ജീപ്പിൽ വന്നതല്ല. ഞങ്ങൾ എങ്ങനെ പക്ഷെ റിസ്വാൻ ഈ കാട്ടില് പാറി പോകുന്ന സംശയമുണ്ട്. എല്ലാ ടൂറിലും ട്രിപ്പ് വന്നാല് ഒരു താത്ത എല്ലാതും പിടിക്കാറ്. കുട്ടികളെ കവറുണ്ടെങ്കിൽ കവറ്, കുപ്പി ഉണ്ടെങ്കിൽ കുപ്പിയൊക്കെ പിടിക്കാറ് ഒരാളുണ്ടാവും. ഇതാ ഹലോ, ഇങ്ങോട്ട് നോക്ക് നോക്ക്, എന്തെങ്കിലും ഇരിക്കണോ? എല്ലാവരും സാധനം പിടിക്കാൻ സാരില്ല, കണ്ടോ ഇവിടെ ഇരുന്ന് ആസ്വദിക്കണം. താത്ത പോട്ടെ. ഇവിടെ കോട്ട് പറത്തുന്ന ആവേശകരമായ മത്സരമാണ്. നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഞാനും എന്റെ ഇക്കായിക്ക് എന്താ പറയാനുള്ളത്? അതേ അഭിപ്രായമുള്ളൂ, വേറെ അഭിപ്രായം ഒന്നുമില്ല. കക്കടം പോയി ഞങ്ങളെല്ലാരും ട്രിപ്പിന് പോയി, പക്ഷേ ഗൈസ് നമ്മുടെ ഫാൻ ബോയ് ആണത്. അവനക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. വിഷമൊന്നുമില്ലല്ലോ? അന്നോടെ അന്നേ ഞാൻ പറഞ്ഞു NSS ചേരണ്ടാന്ന്, അതും കേട്ടില്ല. BKന്റെ സ്വന്തം മുതലാണ്. ഇവനോട് ഞാൻ അന്ന് പറഞ്ഞാണ് NSS കയറണ്ട, കേട്ടില്ല. ഒരു യോയോ കുട്ടിമോനെ. ഗൈസ് നമ്മുടെ ഫാൻ ബോയ്ക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, ബിക്കോസ് ക്ലാസ് ഉള്ളത് കൊണ്ട്. ക്യൂട്ട് മാൻ. ഞങ്ങള് കുരിശുമലയിലാണ് എത്തിയിട്ടുള്ളത്. കൊറേ മേലായിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടാ. കുറച്ചൊക്കെ വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും തണുപ്പുണ്ട്. ഈ കപ്പിൾസ് വളരെ നാച്ചുറൽ ആക്ടിങ് ആണ്. പോലെ നമ്മള് ബ്യൂട്ടിഫുൾ സീനറി ആണ്. അങ്ങനെ കുരിശുമലൊക്കെ കണ്ടിട്ട് ഞങ്ങള് ഇറങ്ങാണ്. ഇനി നെക്സ്റ്റ് നല്ല കോട മൂടിയിട്ടുള്ള ഒരു മല കൂടെ ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടാണ് പോണത്. ഞങ്ങളിനി അടുത്ത മല കയറാൻ പോവാണ്. ഇത് പക്ഷെ ഒരു കാട്ടിന്റെ ഉള്ളിൽ കൂടെ ഇതു. ഗൈസ്, കുട്ടി ഇപ്പൊ പ്രഗ്നന്റ് ആണ് ഗൈസ്. റിസ്വാൻ ഇങ്ങോട്ട് നോക്ക്, അവിടെ നിക്കടാ. പൊട്ട ഇങ്ങനെ ഒരു ചാടി അതെ. ഇത് എത്ര മാസം അറിയില്ലട്ടാ. ഈ വ്ളോഗേഴ്സ് ഒക്കെ ബാക്കിൽ നടന്നത്
നേരത്തെ കയറിയ മല പോലല്ല കേട്ടോ, ഇവിടെ നല്ല കോട ഉണ്ട്. മറ്റേ മല കയറുമ്പോ കുരിശുമല കയറിയപ്പോ കുറച്ച് വെയിലൊക്കെ അടിച്ചിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താണ് ഗൈസ്, ബ്ലോഗർ ജാസി കക്കാടംപൊയിൽ ഡിസ്ക്രൈബ് ചെയ്ത് നാളെ വരുന്നവർക്കൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ആ വീഡിയോ കണ്ടിട്ട് വരെ ഗൈസ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ജുവാസി ഈ റോട്ടിനാണ് നമ്മള് ഇവിടെ ഇങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ച് കയറണം. ഓക്കെ പോട്ടെ. ഇയാള് സൈഡായി, ലുബി സൈഡായിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ കയറി പോകണം. ഈ ഒരു ട്രയലാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇവിടെ കയറി കെട്ടലാണ് കുറച്ച് ടാസ്ക്കാണ്. പിന്നെ ഇതിലൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, അഡ്വഞ്ചർ എടുത്തിട്ട് നമ്മളിങ്ങനെ പോകും. ലൈക്ക് കാണിച്ചു തരാം. അയ്യോ, ഇതിലെ വേറെ വഴിപാട്. അയ്യോ, എൻ്റെ ഫോണും ഞാനും കൂടി പോയോ. റിസ്കി ഷോട്ട് എടുക്കാനാണ് ഇതിൽ വന്ന്. പക്ഷെ പണി പാളി തോന്നുന്നുണ്ട്. ഞാനങ്ങനെ ഈ ട്രയൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കുറച്ച് കുത്തനെയാണ്. ലൂബി അവിടെ സ്റ്റക്കായിട്ടുണ്ട്. ഇയാള് പിന്നെ അങ്ങനെ മെല്ലെ അങ്ങോട്ട് അകിയറിട്ട് വലിഞ്ഞു പോയിട്ടുണ്ട്. ഏണ്ട് ലൂബിയ, ഞങ്ങള് ഈ മലയുടെ ഏറ്റവും മുകളിലെത്തി. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ക്ഷീണിച്ച് കിതച്ചിട്ട് വയ്യ. ഇവിടെ ബോഡി ഷോ ആണ്. ബോഡി വിത്ത് മസിൽ. ബോഡി എന്ന് പറയല്ലോ ഇപ്പൊ. എന്താ റിതു കളിയാക്കണു? ഇത് കാണിച്ചു തരും പൂരി. റിതു ഇപ്പൊ ജിമ്മിന് പോയതിന്റെ അഹങ്കാരാണ്. കുളിര് കോരിടി ഇസ്മായിലിക്ക. ഇവിടെ കോടമഞ്ഞ് കാണാൻ വന്നാട്. പക്ഷെ മോൾട്ടി ഇത് രണ്ടാണാ. എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ചോറ് കൊടുക്കലുണ്ടാ. എല്ലാരും ഇവിടെ ഇരിക്കുന്നത്. അയ്യോ, ഇനി ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ഇറക്കെന്ന് പറഞ്ഞാല് അതിഭീകരമാണ്. കണ്ടോ, അത്രയും കുത്തനെ ഇറങ്ങി പോകണം. ഇറങ്ങല് കുറച്ച് ടാസ്ക് ആയിരിക്കും. കയറലും ടാസ്ക് ആയിരിക്കും, പക്ഷെ അതിനേക്കാൾ ടാസ്ക് ആയിരിക്കും ഇറങ്ങല്. കുത്തനെയുള്ള ഇറക്കാണ് കേട്ടോ. ഇത് ഇറങ്ങലായിരിക്കും നമ്മളുടെ ഏറ്റവും വലിയ അഡ്വഞ്ചർ അല്ലേ? കേറിയ പോലെ ആയിരിക്കില്ല മാത്രം. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ആ കുന്നും മലയൊക്കെ ഇറങ്ങി വന്നു. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര വെയിലായിരിക്കണം കേട്ടോ. ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴാണ് വരുന്നത്. എന്തായാലും ഞങ്ങൾ കോടുള്ള സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഉണ്ടോ, ഇനി ഞങ്ങൾ ഇറങ്ങാണ്. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഇട്ടത്, ഞങ്ങൾ വരുന്ന സമയത്ത് ജീപ്പിലൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഞങ്ങൾ നടന്നാണ് ഇറങ്ങുന്നത്. എന്താ ഇതോ ഇങ്ങനൊക്കെ ഇട്ടണു? വെയിലടിക്കണോ? ഏത് ഫോണ്? ഈ റോട്ടിലൂടെയാണ് ഞങ്ങൾ ജീപ്പറ്റ് വന്നിട്ട്. ഇതിലൂടെ ഒക്കെ എങ്ങനെ വന്നു നമുക്കറിയില്ല. അത്രയും ദുരന്ത അവസ്ഥയാണ് റോഡ്. കണ്ടോ, ഇവിടെയുള്ള ചെടിയും കാടൊക്കെ എടുത്ത് പോവുണ്ട് വീട്ടിലോട്ട്. അതെന്താ ജിനി? ഓർമ്മക്ക് വേണ്ടിട്ടുള്ള നല്ല വെറൈറ്റി സംഭവമാണ്. അവിടെ ഉണ്ട്, നല്ല രസമുണ്ട്.
കണ്ടോ? അപ്പൊ ഞങ്ങള് ആ കുന്നും മലയൊക്കെ ഇറങ്ങി വന്നു. ആരും ക്ഷീണിച്ചിട്ടില്ല, ആർക്കും ഒട്ടും ക്ഷീണമില്ല. ഫുൾ എനർജി ആയിട്ട് വരികയാണ്. എന്താണ് ഗായ്സ് അവസ്ഥ? വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ചായയും പാൽ കേക്കും കഴിച്ചിട്ടുള്ളൂ. എന്നിട്ടും എല്ലാരും നല്ല എനർജിയാണ്. ഞാനാണ് ആദ്യം എത്തിയത്. ഞങ്ങൾ നടന്നു വന്നു. അപ്പൊ ഗൈസ് ഞങ്ങള് കക്കാടംപൊയിലിൽ നിന്ന് റിട്ടേൺ ബാക്ക് ടു ഹോമാണ്. തിരിച്ചു പോവാണ്. ഇവിടെ വെയിലൊക്കെ ആയിക്കണു. റിതു കുട്ടിപ്പൊക്കെ ക്ഷീണിച്ചിരിക്കണു. പക്ഷെ ഞാൻ ഫുൾ എനർജി കേട്ടോ. ഞാൻ പോവാണ് ഗൈസ്. ഞങ്ങള് തിരിച്ചിറങ്ങിയപ്പോ നല്ല വെളിച്ചം വെച്ചിട്ടാ. പക്ഷെ ഞങ്ങള് രണ്ടാമത്തെ മല കയറുന്ന സമയത്ത് അവിടെ ചെറുതായിട്ട് ഒരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചിറങ്ങുന്ന സമയത്ത്. പക്ഷെ എന്നാലും ഇപ്പൊ ഇവിടൊക്കെ കാണുമ്പോ നല്ല മഴ മൂടി കെട്ടിയ പോലെ തന്നെ ഉണ്ട്. സീനറി നല്ല രസല്ലേ? സീന് നല്ല സീന് വെള്ളച്ചാട്ടട്ടാ ഗൈസ്. അടിപൊളി വെള്ളച്ചാട്ടത്തിൽ എത്തിട്ടാ. ആരൊക്കെ വന്നിരിക്കണം. ഇതിന്റെ ഈ റോഡിന്റെ രണ്ട് സൈഡിലും വെള്ളച്ചാട്ടാണ്. നമുക്ക് ആ സൈഡിൽ ഇറങ്ങാൻ പറ്റുമോ? ഗൈസ് അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ചായ കുടിച്ചിട്ട് ഞങ്ങൾ ബാക്ക് ടു വർക്ക് ആയിരിക്കും. വീട്ടിലെത്തിയിട്ട് വേണം വർക്കിനിരിക്കാൻ. എല്ലാരും ചത്തു വീണിട്ടാ. എനർജി ബൂസ്റ്റർ ആര് കണ്ട വയസ്സായിക്കണ വെല്ലിപ്പാക്ക്. എന്നിട്ടാണ് ഈ വർത്തമാനം പറയണേ.